60 വയസ്സ് തികഞ്ഞ 10,000-ലേറെ കർഷകരെ കൂടി പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താനും സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന് തീരുമാനം വന്നു. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച 4 പേരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 7 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കും. ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴയിൽ 50% ഇളവ് ചെയ്യാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നു. പറയൂ മേഘന. അതിൽ ഇന്നോ നാളെയോ ആയി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവസാനത്തെ മന്ത്രിസഭാ യോഗമാണ്. അതിൽ ജനപ്രിയ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൂടുതൽ കർഷകർക്ക് 2000 രൂപ പെൻഷൻ അനുവദിക്കും. അത് 2021 ശേഷം 60 വയസ്സ് തികഞ്ഞ 10,115 കർഷകർക്കാണ് 2000 രൂപ കണക്കിൽ കർഷക പെൻഷൻ അനുവദിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 13 ഉന്നതി കുടുംബങ്ങൾക്ക് വയനാട് ടൗൺഷിപ്പ് മാതൃകയിൽ വീട്, അതുപോലെ വിളനാശത്തിനുള്ള അടിയന്തര സഹായവും ഈ പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന വിളനാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടിശ്ശിക തീർക്കാനുമാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകുന്നത്. അതുപോലെ തന്നെ അധ്യാപക തസ്തികകൾ, അത് പല സ്കൂളുകളിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലും എല്ലാം അധ്യാപക തസ്തികകളുണ്ട്. അത് നികത്താനുള്ള ഒരു തീരുമാനം കൂടി മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന തീരുമാനം എന്ന് പറയുന്നത് ഗതാഗത നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ്. 2024 ഡിസംബർ 31 വരെയുള്ള ഗതാഗത നിയമലംഘനങ്ങൾക്ക് അതിന് പിഴയടക്കേണ്ടത് 50% ആംനസ്റ്റി സ്കീം പ്രഖ്യാപിക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. ആംനസ്റ്റി സ്കീം എന്നാൽ അത് ഈ പിഴ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിന്റെ കുടിശ്ശികയിൽ ഇളവ് വരുത്തുന്ന സർക്കാർ പദ്ധതിയാണ്. അത് പ്രഖ്യാപിക്കാനാണ് സർക്കാർ മന്ത്രിസഭാ യോഗത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്. ഗതാഗത കമ്മീഷണറുടെ ശുപാർശയിലൂടെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏപ്രിൽ 30 വരെയാണ് ഈ ഇളവ് ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഉപഭോക്താക്കൾക്ക് വലിയ തരത്തിൽ പിഴയോ അല്ലെങ്കിൽ ചെല്ലാനടക്കാനോ ഉണ്ടെങ്കിൽ ഈ 50% ഇളവിൽ അടച്ചു തീർക്കാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി വരുന്നത്. അതിൽ സർക്കാർ പറയുകയും ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കോടതികളിലടക്കം ഈ ചെല്ലാനുകൾ അടക്കാനുള്ള കേസുകൾ കെട്ടിക്കിടക്കുന്നു, അതിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിലൊരു തീർപ്പുണ്ടാക്കുക എന്നുള്ള കാര്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് 4 പേർ മരിച്ച സംഭവത്തിൽ ചികിത്സാ സഹായം അവരുടെ ആശ്രിതർക്ക് സഹായം നൽകാൻ 7 ലക്ഷം രൂപയാണ് സഹായം നൽകുക. അതുപോലെ തന്നെ ഇതിൽ ചികിത്സയിലുള്ള KT ജലീൽ എന്നയാൾക്കും അവരുടെ ആശ്രിതർക്കും അവരുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കാനുമുള്ള ഒരു പ്രഖ്യാപനമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയുള്ള പ്രഖ്യാപനമാണ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.